അവരുടെ ആശങ്കയല്ലേ വെളിവാകുന്നത്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവില്ലേ കൂടുതൽ, അവരല്ലേ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ആശങ്കകളില്ല. ഞങ്ങൾക്ക് UDF ഒരാശങ്ക അക്കാര്യത്തിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്, അത് ദയനീയമായി പരാജയപ്പെടും. ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ്. ഞങ്ങളതൊന്നുമല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെന്റിന്റെ അവസാനത്തെ അടവുകളിലൊന്നും ഇനിയും വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഒരു മാസം പിന്നെ 1.5 മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷന് കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒന്നുമില്ലാന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സ്ഥാനത്ത് പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ, ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ്. അതിൻ്റെ ഫർദർ ആക്ഷൻസ് ആണ് ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവേണ്ടത്, SITയിൽ നിന്നുണ്ടാവേണ്ടത്. അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് അറുതി ഉണ്ടാവേണ്ടത്. അതിൻ്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരേണ്ടത്. അത് ഞങ്ങൾ ചോദിക്കും, പ്രതിപക്ഷ നേതാവ് ചോദിക്കും, KPC പ്രസിഡന്റ് ചോദിക്കും, KC ചോദിക്കും, UDF ചോദിക്കും. ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനം കുത്തലുകൾ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഇത്തരത്തിൽ UDF നേതാക്കൾക്ക് ചില അന്വേഷണങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഈ രാഷ്ട്രീയ പ്രേതം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അവർ ഈ സമയത്ത് ഈ 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങൾ 1 by 1 വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്നൊരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റായി ജനങ്ങൾ കണ്ടതുപോലെയാണ് തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത്. പഞ്ചായത്തിൽ, ബ്ലോക്കിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, ജില്ലാ പഞ്ചായത്തിൽ, സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും UDFൻ്റെ വലിയ മുന്നേറ്റമുണ്ടായതിൻ്റെ കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ വിധി എഴുതി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ്. ഒരു പാട്ടിൻ്റെ പാരഡിയുടെ അകത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത, അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു ഒരു ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിൻ്റെ സ്വഭാവമാണ്, അതിൻ്റെ പ്രതികരണമായിരുന്നു. അപ്പോൾ അത് പരാജയപ്പെട്ടു. ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു. ഇപ്പോൾ അവസാനം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ വാർത്തകൾ ഇപ്പം ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് നേതാക്കൾ അതിൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു. ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടാകുന്നു. അപ്പം ഞങ്ങൾ ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങൾ ആദ്യത്തെ ചുവടുകൾ ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ ഈ അസ്വസ്ഥത നേരെ ചെന്ന് തട്ടുന്നത് അവിടെയാണ്. അപ്പോൾ അതിനൊരു ഡീവിയേഷൻ വേണം. അത് അവരുടെ ഒരു പരാജയപ്പെടുന്ന സ്ട്രാറ്റജിയായി മാറും. UDFൻ്റെയും അദ്ദേഹത്തിൻ്റെയും UDFൻ്റെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDFൻ്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ്. ഇതിപ്പോൾ എടുത്തൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷം മുമ്പ് മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചറിഞ്ഞ് മൂടി വെച്ച ഒരു സാധനത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടിപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ പറയുന്നു, ഒരു വർഷം മുമ്പേ വീഡിയോ പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു ശുപാർശ വന്നിട്ടുള്ളത്. അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അന്വേഷണം നടത്തിയത്. 5 കൊല്ലം അധികാരത്തിലിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ, കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ. എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിൻ്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് നിലനിൽപ്പില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ച് ഉപേക്ഷിച്ചതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിൻ്റെ ഇൻറ്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ല എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും.